നമസ്കാരം. വിഷൻ വ്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോൻ്റെ പർപ്പസ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും തമ്പനെയിൽ കണ്ടപ്പോൾ. ഞാൻ ഇന്ന് സോഷ്യൽ മീഡിയ തുറന്ന സമയത്ത് ഒരു ന്യൂസ് കാണാനിടയായി. മിക്കവാറും ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. എന്തെന്ന് വെച്ചാൽ കോഴിക്കോട് വളാഞ്ചേരി അങ്ങനത്തെ എന്തോ സ്ഥലമാണെന്ന് തോന്നുന്നു, നേരെ ഓർമ്മയില്ല. പിന്നെ ഒരു കുട്ടി ഹൈവേ റൂട്ടിലേക്ക് ബസ് വരുന്ന സമയത്ത് ഓടി വരുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ആ ഡ്രൈവറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ആ ഡ്രൈവറിൻ്റെ ഒരു ഇത് കാരണം മാത്രമാണ് ആ കുഞ്ഞിന് തിരിച്ച് ലൈഫ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ദൈവത്തിനോടും നന്ദി പറഞ്ഞാൽ മതിയാവില്ല. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഈ കുട്ടീൻ്റെ രക്ഷിതാക്കൾ എന്താണ് ചെയ്യുന്നത്? ഇവർക്ക് എന്താണ് പണി അവിടെ? ഒരു കുട്ടീനെ നടു റോട്ടിലേക്ക് ഇറക്കി വിട്ടിട്ട് ഇവരെന്താണ് ചെയ്യുന്നത്? ഒരു കുട്ടിക്ക് ജന്മം കൊടുത്താൽ മാത്രം പോരാ, അതിനെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് നിൽക്കരുത്. ഇത് ഒരു ചെറിയൊരു 2-3 വയസ്സ് മാത്രമേ കാണുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. എന്താ പറയുക, അത്രയും കെയർലെസ് ആയിട്ട് റോട്ടിലേക്ക് ഇറക്കി വിടാൻ കാണിച്ച ആ ധൈര്യം ഞാൻ ഓർത്തു പോകുന്നു. എന്തൊക്കെയാണ് ഇപ്പോൾ കാണേണ്ടത്? ഒരു കാര്യത്തിന് ആദ്യം വാല്യൂ കൊടുക്കണം. നിങ്ങളെ കുട്ടി നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അതുപോലും കൊടുക്കാണ്ട് ഇങ്ങനെ തോന്നിയ എന്താ പറയുക, ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന ആൾക്കാർക്കെങ്കിലും നിങ്ങൾ കൊടുക്ക്. നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെയാണ് ഞാൻ കൊന്നു കളയുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു കുട്ടീനൊരു അമ്മ കൊന്നു എന്ന് വെച്ചിട്ടൊരു ന്യൂസ് ഞാൻ കണ്ടിരുന്നു. അതുപോലെ കുട്ടീനെ വേണ്ടാന്നുണ്ടവർ കുട്ടീനെ വളർത്താൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾ കൊടുക്കൂ. വെറുതെ ആ കുട്ടീൻ്റെ ജീവൻ വെച്ചിട്ട് കളിക്കുന്ന എന്തിനാ? എന്തോ ബംഗാളിൻ്റെ കുട്ടി എന്നാണ് എനിക്ക് പിന്നീട് മനസ്സിലായത്, നേരെ അറിയില്ല. ആരെങ്കിലും ആട്ടെ, കുട്ടീനെ നോക്കാൻ പറ്റാത്തവർ ദയവ് ചെയ്തിട്ട് അങ്ങനത്തെ കാര്യത്തിന് നിൽക്കരുത്. നോക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് നിങ്ങൾ കൊടുത്തോളൂ. ഒരു എല്ലാ കാര്യത്തിനും അതിൻ്റെതായ വാല്യൂ ഉണ്ട്. ഓരോ ജീവനും അമൂല്യമാണ്. സോ അതുകൊണ്ട് എന്താ പറയുക, കുട്ടികളെ കാര്യത്തിൽ രക്ഷിതാക്കൾ നല്ലോണം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചിട്ട് ഈ 2, 3, 4 ഈ ഓടിക്കളിക്കുന്ന വയസ്സുള്ള കുട്ടികളെ രക്ഷിതാക്കൾ. സോ ഇത് കണ്ടപ്പോൾ എനിക്കൊന്ന് വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അത്രയൊക്കെ തന്നെയുള്ളൂ. താങ്ക് യു.